പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ 6-7 ക്ലാസ്സുകളിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വലിയ തവി എന്നറിയപ്പെടുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്? വലിയ തവി എന്നറിയപ്പെടുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്? ഉത്തരം സപ്തർഷികൾ. അടുത്ത ചോദ്യം, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? ഉത്തരം 27 ദിവസമാണ് ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം. അടുത്ത ചോദ്യം, കോശത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? കോശത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? ഉത്തരം മർമ്മമാണ്. മർമ്മമാണ് കോശത്തിൻ്റെ കേന്ദ്രം. അടുത്ത ചോദ്യം, ജന്തുകോശത്തിൽ കാണപ്പെടാത്ത ഭാഗം ഏതാണ്? ജന്തുകോശത്തിൽ കാണപ്പെടാത്ത ഭാഗം ഏതാണ്? ഉത്തരം കോശഭിത്തിയാണ് ജന്തുകോശങ്ങളിൽ കാണപ്പെടാത്തത്. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7 ആണ്. അടുത്ത ചോദ്യം, അപ്പക്കാരം രാസപരമായി എന്താണ്? അപ്പക്കാരം രാസപരമായി എന്താണ്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം, മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? ഉത്തരം 2 അറകളാണ് മത്സ്യങ്ങളുടെ ഹൃദയത്തിനുള്ളത്. അടുത്ത ചോദ്യം, ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ഉത്തരം ചാലനം. അടുത്ത ചോദ്യം, താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? ഉത്തരം കെൽവിൻ. അടുത്ത ചോദ്യം, ഭാഗ്യലക്ഷ്മി ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയർ. അടുത്ത ചോദ്യം, കണ്ണാടി, സ്റ്റീൽ പാത്രങ്ങൾ, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ണാടി, സ്റ്റീൽ പാത്രങ്ങൾ, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പ്രതിപതനം. അടുത്ത ചോദ്യം, പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് ഏതാണ്? പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് ഏതാണ്? ഉത്തരം കോൺകേവ് ലെൻസാണ് പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നത്. അടുത്ത ചോദ്യം, ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികൾ പൊതുവെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം വിഘാടകർ. അടുത്ത ചോദ്യം, ലളിതമായ ഒരു മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? ലളിതമായ മൈക്രോസ്കോപ്പിലൂടെ കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. അടുത്ത ചോദ്യം, മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? ഉത്തരം 4 അറകൾ. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എത്രയാണ്? മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എത്രയാണ്? ഉത്തരം 72. അടുത്ത ചോദ്യം, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതിയാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതിയാണ്? ഉത്തരം വികിരണമാണ്. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം ഏതാണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം ഏതാണ്? ഉത്തരം കോൺവെക്സ് ദർപ്പണം. അടുത്ത ചോദ്യം, ഭക്ഷ്യശൃംഖലയുടെ ആദ്യത്തെ കണ്ണി ഏതാണ്? ഭക്ഷ്യശൃംഖലയുടെ ആദ്യത്തെ കണ്ണി ഏതാണ്? ഉത്തരം ഹരിതസസ്യം. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുലവണം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുലവണം ഏതാണ്? ഉത്തരം ഇരുമ്പ്. അടുത്ത ചോദ്യം, ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സസ്യങ്ങൾ. അടുത്ത ചോദ്യം, പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? ഉത്തരം 13 അറകളാണ് പാറ്റയുടെ ഹൃദയത്തിനുള്ളത്. അടുത്ത ചോദ്യം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ ആവശ്യമായ ലവണം ഏതാണ്?
ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ ആവശ്യമായ ലവണം ഏതാണ്? ഉത്തരം സോഡിയം. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.